അങ്ങനെ രാം ചരൺ അണ്ണന്റെ 300 കോടിയുടെ പടം പെഡി കണ്ടു. ഈ സിനിമയുടെ ഡയറക്ടർ ബുച്ചി ബാബു സാന. അണ്ണന്റെ ഈ കുറേ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം അണ്ണൻ വിചാരിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇങ്ങനെ കുറേ പടമെടുത്ത് ഈ സ്ക്രിപ്റ്റൊക്കെ വേസ്റ്റ് ആക്കുന്നത്? അതുകൊണ്ട് എല്ലാ സ്ക്രിപ്റ്റും കൂടെ ഒരു പടത്തിൽ അങ്ങോട്ട് വെച്ചേക്കാം. പടം തുടങ്ങുമ്പോൾ നമ്മുടെ രാം ചരൺ അണ്ണൻ ഏറ്റവും ആദ്യം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് അണ്ണൻ തോന്നും ഈ നാടിനെ രക്ഷിക്കാനായിട്ട് ക്രിക്കറ്റ് കളിച്ചിങ്ങനെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും ഗുസ്തി മത്സരത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ നാട് നന്നാവും. അങ്ങനെ അണ്ണൻ പോയിട്ട് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കും. ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത് അണ്ണൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അണ്ണന് തോന്നും ഇതൊന്നും പോരാ, ഇനി വേറൊരു ഐറ്റം കൂടെ വേണം. അങ്ങനെ അണ്ണൻ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് നാടിന്റെ ഒരു ആവശ്യം സാക്ഷാത്കരിച്ചിട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സംവിധായകൻ ഒരു 4-5 പടം എടുക്കാനുള്ള സാധനമെല്ലാം കൂടി ഈ ഒരൊറ്റ പടത്തിൽ വെച്ചങ്ങ് കാച്ചിട്ടുണ്ട്. ഇനി മെയിനായിട്ട് രാം ചരൺ അണ്ണനെ പറ്റിയും സംവിധാനത്തെ പറ്റിയൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഈ പടത്തിന്റെ ക്യാമറമാൻ താൻ എന്ത് കോടിയാടോ, അല്ല അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഒരു സിനിമയിൽ ഒരു നായികയെ പറ്റി വർണ്ണിക്കുമ്പോഴത്തേക്കും നായികയുടെ ബോഡി പാർട്സ് ഇങ്ങനെ എടുത്ത് കാണിക്കുക. അതായത് വയറിനെ പറ്റി പറയുമ്പോൾ വയറ്, മറ്റേ മുതുകിനെ പറ്റി പറയുമ്പോൾ മുതുക്, കഴുത്തിനെ പറ്റി പറയുമ്പോൾ കഴുത്ത്, ഇനി എന്തെങ്കിലും പറ്റി പറയുമ്പോഴത്തേക്ക് അത് എന്തുവാ ഇങ്ങനെ ഒരു പടത്തിൽ ഒരു നായികയെ മാക്സിമം വൾഗറാക്കുന്നതിൻ്റെ അങ്ങേ അറ്റം വൾഗറാക്കി കാണിക്കാൻ പറ്റുന്ന എന്ത് പരിപാടി ഇത്. ഏറ്റവും വലിയ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ നായകൻ നമ്മുടെ രാം ചരൺ അണ്ണൻ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നാട്ടിൽ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാടിന് വേണ്ടിയിട്ട് അടിച്ചമർത്തപ്പെട്ട നാടിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഈ അടിച്ചമർത്തപ്പെട്ട നാടിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അണ്ണൻ രാത്രി ഇരുട്ടത്ത് ആരും കാണാണ്ട് പോയിട്ട് നായികയുടെ പോലും മറ്റ് സമ്മതമില്ലാണ്ട് ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക, ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെയാണ് അണ്ണൻ്റെ പരിപാടി. എന്നിട്ട് ആ നായകനാണ് നാടിനെ രക്ഷിക്കാനായിട്ടും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാനും നടക്കുന്നത്. നല്ല കിടിലൻ ലോജിക്ക് തന്നെ, പറയാണ്ടിരിക്കാൻ പറ്റൂല. ഈ സ്ക്രിപ്റ്റ് എഴുതിയ നമ്മുടെ ഡയറക്ടർ ബുച്ചി ബാബു അണ്ണൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ലോജിക്കലി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു നല്ല പടമാക്കി ഇതിന് എടുക്കാമായിരുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പടവും നമ്മളുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനും വരുന്നില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് ആകപ്പാട് കുറച്ച് ഇമോഷണൽ കണക്ഷൻ തോന്നിയത് ഈ ജഗപതി ബാബു, നമ്മുടെ ഡാഡി ഗിരിജ ഉണ്ടല്ലോ. ഡാഡി ഗിരിജ ഇതിനകത്ത് തീരെ വയ്യാത്ത മെലിഞ്ഞ് പ്രായമായിട്ടുള്ള ആളായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ മാത്രമാണ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ ശിവരാജ് കുമാറൊക്കെ ഉണ്ട്. ഈ ശിവരാജ് കുമാറിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഗുസ്തിക്കാരനായിട്ടാണ്. പക്ഷെ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരുമാതിരി ഹോസ്പിറ്റലിൽ നിന്ന് എണീറ്റ് വന്നിട്ട് അഭിനയിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. പുള്ളിക്ക് വയ്യ, തീരെ ഈ പടത്തിനകത്തൊക്കെ. അതായത് ഒരു 300 കോടി പടം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എടുത്ത് വെച്ചേക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോയിന്റിൽ പോലും നമ്മളായിട്ട് ഒരു രീതിയിലും ഈ പടം കണക്ട് ആവത്തില്ല. നായകൻ ക്രിക്കറ്റ് കളിക്കുന്നു, ലോകത്ത് സച്ചിൻ ടെണ്ടുൽക്കറും നമ്മുടെ വിരാട് കോഹ്ലിയും പോലും കളിക്കാത്ത ക്രിക്കറ്റ് ഷോട്ടൊക്കെ നമ്മുടെ നായകൻ കളിക്കും. അതിന് പെഡി ഷോട്ട് എന്നൊക്കെ ഒരു പേരുമുണ്ട്. കറങ്ങി അടിക്കും, മറ്റേ ഇരുന്നടിക്കും, നിന്നടിക്കും, കവിഴ്ന്നടിക്കും, എന്തൊക്കെ അടി അണ്ണൻ അടിച്ചു കൂട്ടുന്നതെന്ന് പടം കാണുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഈ ഷോട്ടൊക്കെ കണ്ട് പഠിക്കാനായിട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിക്കറ്റിന് ഇനി നമ്മൾ ലോകത്ത് എവിടെയും കാണാത്ത കുറേ പുതിയ ഷോട്ടുകളാണ് അണ്ണൻ ഇവിടെ കാണിക്കുന്നത്. ഇനി അണ്ണൻ പിന്നെ ഗുസ്തി പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണെങ്കിലും ആ ഗുസ്തിയിലാണെങ്കിൽ അണ്ണൻ ക്രിക്കറ്റ് ഷോട്ടുകളാണ് ഗുസ്തിയിൽ പ്രയോഗിക്കുന്നത്. അതും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ഗുസ്തി പ്ലേയേഴ്സൊക്കെ അത് കണ്ട് പഠിക്കേണ്ടതാണ്. ഇനിയിപ്പം അണ്ണൻ ഓട്ട മത്സരത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ തന്നെയാണ്. അതൊരു 300 മീറ്റർ 400 മീറ്റർ ഓടാനുള്ളൂ. പക്ഷെ അണ്ണൻ ഇടയ്ക്ക് വീണിട്ട് അണ്ണൻ്റെ ചരിത്രം മൊത്തം ഇങ്ങനെ ആലോചിക്കും. ഇതെല്ലാം ആലോചിച്ച് അണ്ണൻ മോട്ടിവേറ്റായി പിന്നെയാണ് എണീറ്റ് ഓടുന്നത്. അങ്ങനെ അണ്ണൻ്റെ കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഴിവുകളുള്ള ഒരു നായകനാണ്. ഇനി ആകപ്പാട് ഒരു സമാധാനം ഉണ്ടായിരുന്ന AR റഹ്മാന്റെ സ്കോറാണ്. പുള്ളി അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ പുള്ളിയുടെ സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് AR റഹ്മാൻ എപ്പോഴും പിടിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ പുള്ളി ഒരു സ്റ്റൈലിഷ് പരിപാടി, ഒരു ഇംഗ്ലീഷ് റാപ്പൊക്കെ വെച്ചിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി വിഷ്വലി നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ പടം മ്യൂട്ട് ചെയ്ത് കണ്ടാൽ കുഴപ്പമില്ല. അതായത് നമ്മളുമായിട്ട് എന്തായാലും ഡയലോഗ്സ് ഒക്കെ ഒരു രീതിയിലും കണക്ട് ആവത്തില്ല. അപ്പം പിന്നെ ഈ അടിച്ചമർത്തപ്പെട്ട നാട്, ആ നാട്ടിൽ ഒരു ക്രിക്കറ്റ് കളി വരുന്നു, അല്ലെങ്കിൽ വേറൊരു ഗെയിം വരുന്നു, ഇത് ഓൾറെഡി നമ്മൾ കണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശീലിച്ച സ്റ്റോറിയിൽ നമ്മളെ ഹുക്ക് ചെയ്യുന്ന, നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 3 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊന്നും ഇവിടെ ഇല്ല. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് പോവുക. അപ്പോൾ ഈ പടം മ്യൂട്ട് ചെയ്താണ് കാണുന്നതെങ്കിൽ വിഷ്വലി കാണുമ്പോഴത്തേക്ക് ഒരു രസമുണ്ട്. ഫൈറ്റ്
പിന്നെ ഇതിനകത്ത് ഫൈറ്റ് കൊറിയോഗ്രാഫി അത്യാവശ്യം കൊള്ളാം, നല്ല നല്ല രസമുണ്ടായിരുന്നു. അത് നമുക്ക് കാണുമ്പോഴത്തേക്കും രസമുണ്ട്. ഓവറോൾ ഒരു കളർ പാറ്റേൺ പിടിച്ചിരിക്കുന്നതും കൊള്ളാം. അത് നമുക്ക് വിഷ്വലി കാണുമ്പോഴത്തേക്ക് രസമുണ്ട്. പക്ഷെ പടം മ്യൂട്ട് ചെയ്യണം, അത്ര ഒരു പ്രശ്നമുള്ളതേ ഉള്ളൂ. ഈ ഗുസ്തിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഗുസ്തിയുടെ ആ പരിപാടിയും ഫൈറ്റ് സീൻസും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനും ആ ഫൈറ്റിനൊന്നും വരത്തില്ല. പക്ഷെ ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് എടുത്തു വെച്ചേക്കുന്ന രീതി കൊള്ളാം. രാംചരൺ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം RRR കണ്ട ഒരു മസ്കുലർ ഫിസിക്ക് എന്നുള്ളതല്ല, എന്നാൽ തന്നെ ഒരു ഗുസ്തിക്കാരന് വേണ്ടതിന് ഫിസിക്കൊക്കെ പുള്ളി സെക്കൻഡ് ഹാഫിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള വേഷങ്ങളൊന്നും തന്നെ നമ്മളായിട്ട് ഇപ്പോൾ ഈ സിനിമയിലെ ഒരു മെയിൻ കഥാപാത്രം മരിച്ചു പോകുമ്പോൾ പോലും നമുക്ക് ഒന്നും തോന്നണില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു. ഒരു നാട്, ആ നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള കുറേ ആൾക്കാർ, വേറെ കുറേ ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു നായകൻ എന്ന് പറയുമ്പോഴത്തേക്കും നായകൻ്റെ ലാസ്റ്റ് സ്പീച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്പീച്ചൊന്നും നമ്മളുമായിട്ട് ഒരു കണക്ഷനും വരുന്നേ ഇല്ല. മൊത്തത്തിൽ ഒരു പ്ലെയിൻ പടം, ഒരു പ്ലാസ്റ്റിക് പടം. അത്ര എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയുള്ളൂ. നമുക്ക് ഇത് യൂസ് ആൻഡ് ത്രോ പോലെയാണ്. നമുക്കിത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളപ്പം തന്നെ വിട്ടേക്ക് പോട്ട്, പടം കണ്ടു കഴിഞ്ഞിട്ട് വിട്ടേക്കാം. അല്ലാണ്ട് നമുക്കത് ക്യാരി ചെയ്യാനോ അതിനെപ്പറ്റി ഓർക്കാനോ നല്ല മൊമെന്റ്സോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നിർവികാര പടം ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. 300 കോടിയൊക്കെ വെള്ളത്തിലാവുന്നുള്ള അവസ്ഥയാണ്. കാരണം രാംചരൺ പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ആ പണിയെടുത്ത സാധനം ഇതേപോലെ വീക്ക് സ്ക്രിപ്റ്റിലായി പോയി എന്നുള്ളത് മാത്രമാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ബൈ.